ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരാനായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി ലച്ചുവിൻ്റെ കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇവർ നോക്കിക്കോളാം എന്ന കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവർ യാത്ര അയച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ രേവതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സച്ചിയോട് ഇങ്ങനെ, അതെ സച്ചിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു. എന്ത്? അതെ, ഇവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണല്ലോ തോന്നുന്നത്. നിനക്കെങ്ങനെ അത് മനസ്സിലായതെന്ന് സച്ചി ചോദിച്ചു. ജാനകിയുടെ സംസാരത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താ ജാനകി പറഞ്ഞതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. ഈ വീട്ടുകാരൊക്കെ അവർക്കെതിരാണെന്നും ഒരിക്കൽ അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ വരെ വന്നു എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ കമ്പനിയുടെ CEO അഭിസാറായിരുന്നെന്നും ഇപ്പോൾ ആ സ്ഥാനം തെറിച്ചു പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി രേവതിയോട് പറയാം. പിന്നെ എവിടെയാ പ്രശ്നങ്ങളില്ലാത്തത്? അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ജാനകിയെ ആശ്വസിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജാനകി അഭിയും നോക്കുക. നമുക്ക് പോകാം, നമ്മുടെ വീട്ടിൽ മാത്രമല്ല പ്രശ്നങ്ങളുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്തേ നമ്മുടെ നിരഞ്ജന ഓടി ഇവരുടെ അടുത്തേക്ക് വരുവാണ്. അതായത് രേവതിയുടെയും സച്ചിയുടെ അടുത്തേക്ക്. ഹായ്, ഞാൻ നിരഞ്ജന എന്നും പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ രേവതി, ഇതെൻ്റെ ഹസ്ബൻഡ് സച്ചി എന്നും പറഞ്ഞു പേരങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. നിങ്ങൾ ആക്ച്വലി പോകാൻ തുടങ്ങായിരുന്നല്ലേ? നിങ്ങൾ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയുമ്പം രേവതി, ഇത് അഭിയേട്ടൻ്റെ അനിയൻ അഭിയുടെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ജാനകി എന്നോട് പറഞ്ഞായിരുന്നു തലവേദന ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ആന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാ നമ്മുടെ നിരഞ്ജന. അത് പിന്നെ ഗസ്റ്റുകൾ വന്നപ്പോൾ ഏട്ടത്തിക്ക് അതിനൊന്ന് വിളിക്കായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അവർക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാണ് നിന്നെ വിളിക്കാതിരുന്നതെന്ന് ജാനകി നിരഞ്ജനയോട് പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുറ്റത്തേക്ക് അജയ് വരുന്നു. അജയ് കണ്ടപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ അജയ്യെ നോക്കുക. സച്ചിയെ കണ്ടപ്പോഴത്തേക്ക് അജയ് ഇങ്ങനെ നിന്ന് ഉരുകാൻ തുടങ്ങി കേട്ടോ. കാരണം ഇവർക്ക് നേരത്തെ അറിയാം ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിലാണ് അജയ് കയറി വരുന്നത്. അപ്പോൾ അതാരാ വിസാറേ എന്ന് സച്ചി ചോദിച്ചു. അതെൻ്റെ അനിയനാ അജയ്, നിരഞ്ജനയുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അജയ് ഇങ്ങനെ പമ്മി ഇവരുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? അപ്പോൾ രേവതി, ഇതെൻ്റെ ഹസ്ബൻഡാ എന്നുള്ള ഇതിൽ നമ്മുടെ ഇവരിങ്ങനെ സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോഴേക്കും ഇവൻ നിന്നങ്ങ് അങ്ങോട്ട് വല്ലാതെ ഊരുകാൻ തുടങ്ങി. ഇവരുടെ കല്യാണം എപ്പോഴാണ് കഴിഞ്ഞതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സാറിനെ എന്നെ അറിയത്തില്ലെങ്കിലും എനിക്ക് സാറിനെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു സച്ചി അജയ്യോട്. അപ്പം നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല മിസ്റ്റർ എന്ന് അജയ് ഇങ്ങനെ പറയുമ്പോൾ, ഞാനൊരു ടാക്സി ഡ്രൈവറാ, പേര് സച്ചി എന്നാണെന്ന് കാര്യം സച്ചി ഇങ്ങനെ ഇയാളോട് പറയുന്നു. ഞാൻ എന്തിനാ ഒരു ടാക്സി ഡ്രൈവറെയൊക്കെ ഓർത്തിരിക്കുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാറുള്ളപ്പം ഞാനെന്തിനാ ടാക്സി വിളിക്കുന്നത്? അത് ശരിയാ, എന്നാലും ഒരു ഡ്രൈവറെ അയാളുടെ വണ്ടിയിൽ കയറി അവരെ ഒരിക്കലും മറക്കാറില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. ഇവൻ നിന്നങ്ങ് പെടാൻ തുടങ്ങി. സാറിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആ ട്രിപ്പിന് സാർ എന്നെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ഒരസലും ഉണ്ടായിട്ടുണ്ട്. എന്താ ഓർമ്മയില്ലെന്ന് സച്ചി ചോദിച്ചു. ഇവൻ്റെ സകല കള്ളത്തരങ്ങളും സച്ചി വന്ന് പൊളിച്ചെടുക്കുക. സാറിന് ഓർമ്മയില്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്കതങ്ങ് വിശദീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി എന്താ ഉണ്ടായെന്ന് ചോദിച്ചു അഭി. സാറിനത് ഓർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, പറ്റുന്നില്ലെങ്കിൽ ഞാനത് പറയാം നമ്മുടെ സച്ചി പറഞ്ഞപ്പോൾ ഇവൻ നിന്നപ്പോൾ അതൊക്കെ ഓർക്കാൻ തുടങ്ങി. പണ്ട് ഹണി റോസുമായിട്ട് ഇവന് ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഹണി റോസുമായിട്ട് ഇതിലെങ്ങാണ്ടൊക്കെ കറങ്ങി നടക്കുക രണ്ടും കൂടെ. അപ്പോൾ സച്ചിയുടെ വണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ സച്ചി ഇങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈയിടെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറായി. വണ്ടി എടുത്തുകൊണ്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും ചിരിച്ച് കളിച്ച് കയ്യേലും കോർത്തിങ്ങനെ വരിക, ഈ ഹണി റോസും അതുപോലെ തന്നെ അജയും. അപ്പോൾ നീ വെച്ചോ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ സച്ചി കട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുക. അയ്യോ, ഹണി റോസ് അവൻ്റെ തോളെ തൂങ്ങിയാണ് വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി ഇങ്ങനെ വരുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സാറേ പറയുമ്പോൾ മറ്റൊന്നും തോന്നരുത്, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇത്രയും നേരം വെയിറ്റ് ചെയ്യാനാണെങ്കിൽ എന്നെ വിട്ടേക്കാൻ പറഞ്ഞു സച്ചി. അപ്പം നിങ്ങളെന്തിനാ ചൂടാകുന്നത്? വെയിറ്റിംഗ് ചാർജ് എന്നാ പറയുന്നത് ഹണി റോസ് ചോദിച്ചു കേട്ടോ. ഞാൻ ചൂടായതൊന്നും അല്ല മേഡം, ഞാൻ ചൂടാകുന്നത് മേഡം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല എന്നും പറഞ്ഞു സച്ചി. എന്തൊരു അഹങ്കാരം ഇയാൾക്ക്. ഹേ മിസ്റ്റർ, നിങ്ങളൊരു ടാക്സി ഡ്രൈവറാണെന്ന് ഓർക്കണമെന്ന് ഹണി റോസ് പറഞ്ഞപ്പം, ഞാൻ ടാക്സി ഡ്രൈവറായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മുടെ സച്ചി നേരം പറയുന്നു. നാളെ ഈ പണി വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ടാക്സി ഡ്രൈവർ അല്ലല്ലോ ആണോ എന്ന് ചോദിച്ചു. ഹണി റോസിന് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ടാക്സി ഡ്രൈവർ എന്ന് വെച്ചാൽ വില കുറഞ്ഞവരാണെന്നാണോ നിങ്ങളുടെ വിചാരം? വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവരുടെ ജീവനും കൊണ്ടാണ് അവർ വണ്ടി ഓടിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ താൻ വിട്ടുകള പോട്ടെ എന്ന് പറഞ്ഞാൽ അജയ് അത് കൂളാക്കി വിടാൻ നോക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ഹണി റോസ് ചെന്നങ്ങ് കയറിക്കുമ്പോൾ, അല്ല മേഡം വിടാൻ കൂട്ടാക്കുന്നില്ല എന്ന് ചോദിച്ചു സച്ചി. അല്ല നിങ്ങൾ ആരായാലും എനിക്ക് എന്താണെന്നും, ഞാൻ ജോലി ചെയ്യുന്ന ജോലിക്ക് കാശ് വാങ്ങി പോകുന്നു, ഓരോരുത്തൻ്റെ മുന്നിലും തല കുനിക്കേണ്ട കാര്യം എനിക്കില്ലെന്നും പറഞ്ഞു. എൻ്റെ വണ്ടിയിൽ കയറുന്നവരെ എവിടെ കയറുന്നവരായാലും എവിടെ ഇറങ്ങുന്നവരായാലും എനിക്ക് എന്താണെന്നൊക്കെ സച്ചി ചോദിച്ചു. അപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് പോടാത്ത കാറ് കയറാൻ പറഞ്ഞു ഇയാൾ, അതായത് അജയ്.
അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ കൊണ്ടുപോയി വിടും, എന്നെ ഒഴിവാക്കിയേക്കാൻ പറഞ്ഞു. സ്റ്റൂപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോയി വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ ആ പുള്ളിക്കാരി ചെന്ന് വണ്ടിയെ കയറപ്പം ഈ പുള്ളിക്കാരിയും കൊണ്ടാണ് സാറിൻ്റെ ജീവിതമെങ്കിൽ സാർ നന്നായിട്ട് ഉഷ്ണിക്കുമെന്ന് അന്ന് സച്ചി ഈ അജയോട് പറഞ്ഞതാ. വേറെ എന്നും പറഞ്ഞ് വണ്ടിയെ വിളിച്ച് കയറ്റി. അങ്ങനെ അവർ പോയ കാര്യമൊക്കെ നമ്മുടെ അജയ് അവിടെ നിന്ന് ആലോചിക്കോട്ടെ. നിരഞ്ജന ഇവനെ ആടി മൂടി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവർ രണ്ടുപേരെയും മാറി മാറി നിരഞ്ജന ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും അഭിയും അതുപോലെ ജാനകിയും ശ്രദ്ധിക്കുന്നുണ്ടേ. അപ്പോൾ വക്കീൽ സാറിന് ഇപ്പോൾ വല്ലതും ഓർമ്മ വന്നോ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അജയിൽ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങുക. സാറും ഒരു സുഹൃത്തും എൻ്റെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തത് ഓർമ്മയുണ്ടോ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു. എവിടെയൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? സാറിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി കൊടുക്കാൻ തോന്നുന്ന സാധനം, പക്ഷെ അടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ അജയ്. ഇനി പെണ്ണാന്നെല്ലാം പറയുമെന്ന്. ഇനിയും സാറിന് ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മറവിയാകട്ടോ സാറേ എന്നൊക്കെ നമ്മുടെ അജയോട് പറയുക. കല്യാണം കഴിഞ്ഞാൽ മറവിയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓട്ടത്തിന് വിളിച്ചെങ്കിൽ കാശ് വല്ലതും തരാനുണ്ടോ എന്ന് ചോദിച്ചു അജയ്. കാശ് വാങ്ങാതെ ഞാൻ പോകും എൻ്റെ പൊന്ന് സാറേ എന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു. പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഇതൊക്കെ പറയുന്നത്? സാറിന് എന്നെ പരിചയമുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. ഞാനൊരു ടാക്സി ഡ്രൈവർ എന്നുള്ള നിലയിൽ സാർ എന്നെ ചൊറിഞ്ഞപ്പോൾ തിരിച്ച് ഞാനൊന്ന് ചൊറിഞ്ഞെന്നേ ഉള്ളൂ എന്ന് നമ്മുടെ സച്ചി അവനോട് പറയാം. പിന്നെയെന്നും പറഞ്ഞാൽ നിൽക്കുക കേട്ടോ. അല്ലാതെ എൻ്റെ കാലിൽ യാത്ര ചെയ്തവരെ പറ്റിയൊന്നും ഞാൻ ഒരിടത്തും വിവരിച്ചിട്ടില്ല, വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും നിരഞ്ജനയ്ക്ക് മൊത്തം സംശയം. എന്ത് കണ്ടു നിൽക്കുക നീ ഇവിടെ വന്നിങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ പിടിച്ച് വലിച്ചുകൊണ്ട് അജയ് അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ശരി കാണാമെന്ന് പറഞ്ഞ് നിരഞ്ജൻ അവൻ്റെ കൂടെ അകത്തേക്ക് കയറി പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ സച്ചേട്ടാ സമയം പോകുന്നു, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു നമ്മുടെ രേവതി. നീ ഒന്ന് മിണ്ടായിരുന്നേന്ന് പറഞ്ഞു സച്ചി. 5 മിനിറ്റ് വൈകി പുറപ്പെട്ട 10 മിനിറ്റ് നേരത്തെ കൊണ്ട് എത്തിക്കാനൊക്കെ സച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞു സച്ചി പറയുക രേവതിയോട്. അഭിസാറിൻ്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അബിയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കാം. അഭിസാർ പറയുന്നത് പോലെയൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ലക്ഷണം ഞാൻ കാണുന്നതെന്ന് സച്ചി പറയാം. അപ്പോൾ സച്ചി എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അഭി ചോദിച്ചു. അജയെ കണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ റോങ്ങാ സാറേ, ഇതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെയും വീട്, പക്ഷേ ഇത്രത്തോളം ഇല്ല. എല്ലാത്തിനെയും ഞാൻ വരച്ച വരയിൽ നിർത്തും. വാത്സല്യമുള്ള വലിയേട്ടൻ ചമഞ്ഞിരിക്കുന്നത് അടിച്ച് ഒതുക്കണം സാറേ, അതാ വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഉപദേശിച്ചിട്ടൊന്നും ഇവറ്റകളൊന്നും നന്നാകാനും പോകുന്നില്ല, തല്ലുകൊണ്ടാൽ മാത്രം ഉമാരൊക്കെ നന്നാവും, നല്ല തല്ല് കൊടുക്കുക വേണ്ടതെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അഭിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി തിരിച്ചടിക്കുമെന്നുള്ളൊരു ഭയം സാറിനുണ്ടെങ്കിൽ സാർ എന്നെ വിളിക്കും, ഞാനുണ്ട് സാറിൻ്റെ കൂടെ. അപ്പോൾ താൻ എന്താ ഈ പറയുന്നത്? അജയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് ഇതുവരെ സാറിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് സാറിനെയും ഭാര്യയും ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് ഒതുക്കൽ ആരംഭിക്കണമെന്ന് പറഞ്ഞു. അതിനി അല്പം പോലും വൈകിക്കൂടാവെന്നും നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആദ്യം ആ പോയവനെ വേണം പൊക്കിയെടുത്ത് റൂമിൽ കയറ്റിട്ട് ഇടിക്കാൻ. പക്ഷെ അവൻ വാ തുറക്കത്തില്ല. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മുടെ സച്ചി അബിയോട് പറഞ്ഞു. പിന്നെ വേറൊരുത്തനും കൂടി ഉണ്ടല്ലോ, അവനോട് ഓഫീസിലെ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയണമെന്നൊക്കെ പറയുമ്പോൾ അബി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അവൻ ഇറങ്ങിയില്ലെങ്കിൽ കസേരയോടെ എടുത്തേലും പുഴയിലും കൊണ്ടിടുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു. അബി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ സാറിൻ്റെ കാര്യം മാത്രമല്ല, ഇവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ ജീവിക്കുന്നവരുടെ കാര്യവും അവസാനം കട്ട പുകയാകും സാറെന്നും സച്ചി പറഞ്ഞു കൊടുക്കുക. അതൊക്കെ സാറ് തന്നെ കാണേണ്ടി വരുമെന്നും പറഞ്ഞു. ഭഗവാൻ അവതാരങ്ങൾ എടുത്തത് വളർത്തിവിടാനല്ല സാറേ, വിഷജന്തുക്കളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സച്ചി വിവരിച്ചു കൊടുക്കും. സാറ് പണി ആരംഭിച്ചോ? എൻ്റെ നമ്പറിൽ ഞാൻ ലച്ചുവിന് കൊടുത്തിട്ടുണ്ട്, ആടി തുടങ്ങുമ്പോൾ ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞു. സാർ വന്നേന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇത് സംസാരിച്ചു വരാൻ ചെയ്യുന്നത്. എന്താ ഒരു രഹസ്യം എന്നന്നേരം ഇവർ രണ്ടുപേരും കൂടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ സാറിനൊരു ആവശ്യം വന്നാൽ സച്ചി കൂടെ ഉണ്ടെന്ന് പറയായിരുന്നു. ഇന്നൊരല്പം ലേറ്റ് ആയിപ്പോൾ എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോവുക. അങ്ങനെ അവരങ്ങ് പോയി. ഈ ഒരു കഥ അവിടെ അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പിടനിലത്ത് നമ്മുടെ അപർണമോള് വന്ന് നിൽക്കുക. അമ്മ വന്ന് വാതിൽ തുറന്നപ്പോൾ നീയായിരുന്നോ? നീ എന്താ മോളെന്ന് വിളിച്ചു പോലും പറയാതെ വന്നത്? അവിടുത്തെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് നിർബന്ധിച്ച് എന്നെയും കൂട്ടി വന്നതാണെന്ന് അപർണ അന്നേരം ഇവരോട് പറയുവാണേ. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒപ്പം വന്നിട്ടുണ്ടെന്നും എന്നാൽ അതൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ആക്കാമെന്ന് കരുതി ഞാനും കൂടെ വന്നതാണെന്നും അവരൊക്കെ ഓഡിറ്റോറിയത്തിലുണ്ടെന്നും പറഞ്ഞ് എനിക്ക് വേഗം പോകണമെന്നും പറയുക. അപ്പോൾ അളകാപുരി 2 ചേരിയായെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലേ എന്ന് അമ്മ മോളോട് ചോദിക്കുമ്പോൾ തുല്യ ബലത്തിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരു ബോംബ് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ വിജയം നമ്മുടെ കൂടെ ഇങ്ങ് പോരുമല്ല മോളെ എന്ന് തമ്പി. സമയമാകുമ്പോൾ ദൈവം പന്ത് നമ്മുടെ കാൽക്കല തന്നെ കൊണ്ടുവന്ന് വെച്ച് തരുവച്ചാന്ന് അപർണ അച്ഛനോട് പറയുമ്പോൾ ആധാരം തിരിച്ചെഴുതുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചു. ആ കാര്യത്തിൽ സൂര്യക്ക് എന്തെങ്കിലും മനമാറ്റം വല്ലതും വന്നു തുടങ്ങിയോ എന്നൊക്കെ തമ്പി മോളോട് ചോദിക്കുക. ഇപ്പോഴും അതിനൊരു വ്യക്തതയൊന്നും വന്നിട്ടില്ല അച്ഛാ. ഒരു വശത്ത് അഭി അച്ഛനെ കൊണ്ട് ആധാരം തിരിച്ചെഴുതിക്കും എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, മറുവശത്ത് അച്ഛൻ തന്നത് ഞാനെന്തിനു വേണ്ടെന്ന് പറയണം എന്നുള്ള നിലപാടിൽ ജാനകിയും നിൽക്കുകയാണെന്ന് പറയുവാണ് അപർണ ഈ പുള്ളിയോട്. അതൊരു അടവാണെന്ന് ആർക്കാ അച്ഛ അറിയാൻ പാടില്ലാത്തതെന്ന് അപർണ പറയുമ്പോൾ
സൂര്യയ്ക്ക് ആ പ്രോപ്പർട്ടി തിരിച്ചെഴുതാതെ മറ്റൊരു വഴിയും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ മിണ്ടാതിരിക്കുന്നതെന്ന് ഇയാൾ മകളോട് പറഞ്ഞു കൊടുക്കണം. ആധാരം തിരിച്ചെഴുതി കഴിഞ്ഞാൽ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, എസ്റ്റേറ്റ് വിൽക്കണമെന്നുള്ള അജയുടെ നിലപാട് കൂടുതൽ കടുക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ മകളോടെല്ലാം പറഞ്ഞു കൊടുക്കുക. അവനെ അതിന് പ്രേരിപ്പിക്കുന്നതേ ആ ഉണ്ണിത്താൻ വക്കീലാണെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അജയ് അതിനുള്ള ചരടുവലികളൊക്കെ ഒരു വശത്ത് തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമൃതയെയും അജയ് പറഞ്ഞ് ഇളക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാകുമ്പോഴേ ഒരു വാശിയുടെ പുറത്ത് അച്ഛൻ എസ്റ്റേറ്റ് വിറ്റെന്നും വരുമെന്നുള്ള കാര്യവും നമ്മുടെ ഞാൻ പറയണു. അതിനിടയിൽ ശരണിൻ്റെ പരിചയക്കാരില്ലേ, ആ ഹണി റോസ് എന്ന് പറയുന്നവൾ, അവൾ എസ്റ്റേറ്റ് വാങ്ങാനും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ തടയണം മോളേന്ന് ഈ തമ്പി പറയുക. ആ എസ്റ്റേറ്റ് വേറെ ആരും കൊണ്ടുപോകരുതെന്ന് തമ്പി പറയണു. അതിനു മുൻപ് അഭിക്കും ജാനകിക്കും അളകാപുരിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് ഒന്നുകൂടി സ്ഥാപിച്ചെടുക്കണമെന്നും തമ്പി പറഞ്ഞു കൊടുക്കുക. അവർ വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യ കൂടെ അങ്ങ് പോയെന്നും വരും. പിന്നെ നിയന്ത്രണം നിന്റെ കൈകളിലേക്ക് വരും. അതിനൊരു മാറ്റവും ഇല്ല. അപ്പം അച്ഛനും മോളും സ്വപ്നം കാണാന്നല്ലാതെ ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് അമ്മ പറഞ്ഞു. എടീ, നീ അത് പറയും, സംഭവിക്കില്ല എന്ന് നീ പറഞ്ഞതൊക്കെ നടത്തി കാണിച്ചു തന്നവളാ നമ്മുടെ ഈ മോള്. എന്താ സംശയമുണ്ടോ? തമ്പി എന്തിനു വേണ്ടിയിട്ടാണോ അവനുമായിട്ടുള്ള ഇവളുടെ കല്യാണത്തിന് സമ്മതം മൂളിയത് അത് തന്നെ നടക്കും. അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഓരോ ലക്ഷ്യം മാത്രമേ നിനക്കുണ്ടാകാൻ പാടുള്ളൂ മോളെ. അഭിയുടെയും ജാനകിയുടെയും പടിയിറക്കവും അതിലൂടെ സൂര്യനാരായണന്റെ ശവക്കുഴി തോണ്ടലും. അച്ഛന് അത് കാണണം മോളെ, നീ അത് കാണിച്ച് തരണം മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മകൾക്ക് അവിടെ ഭയങ്കര വാശി, ഒരൊറ്റ ഇടിയൊക്കെ ഇടിച്ചിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് അജയെ ശരിക്കും ചോദ്യം ചെയ്യുവാണ് നമ്മുടെ നിരഞ്ജന. അജയ്ക്ക് പരിചയമുണ്ട്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് വ്യക്തമായിട്ടുള്ള കാര്യമാണെന്നും എന്തിനാ അജയ് അയാളെ പരിചയമില്ലെന്ന് നടിച്ചത് അതാ എനിക്ക് അറിയേണ്ടത് പറയാൻ പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുക. അപ്പോൾ എന്നെ പോലെ ഒരാളെ എന്തിനൊരു ടാക്സി ഡ്രൈവറുടെ മുന്നിൽ പരിചയം പുതുക്കണം എന്നുകൂടി നിരഞ്ജന പറഞ്ഞു തരാൻ അജയ് പറയുക. ചിലപ്പോൾ ഞാൻ അവനെ കണ്ടു കാണും, പക്ഷേ എനിക്കങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ല എന്നും പറഞ്ഞ് സ്വന്തമായി കാറുള്ള ഞാൻ ടാക്സി ഓടിച്ച് സവാരി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആർക്കാ മനസ്സിലാവാത്തതെന്നൊക്കെ അജയ് ഇങ്ങനെ ചോദിക്കുക. അപ്പം അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. ഞാൻ നിങ്ങളുടെ വണ്ടിയിൽ എപ്പോഴാണ് കയറിയതെന്ന് അജയ് ചോദിക്കാത്തത് എന്താണെന്ന് നിരഞ്ജന ചോദിച്ചു. അജയ് അപ്പോഴും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാനല്ല ശ്രമിച്ചത്, അയാളോട് സംസാരിക്കാൻ അജയ് ഭയപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ നിരഞ്ജന പറഞ്ഞപ്പം നല്ല കാര്യമായി, അവനെ ഞാൻ ഭയപ്പെട്ടു പോലും. എന്താ അസംബന്ധം നീ പറയുന്നതെന്ന് ചോദിച്ചു. ആരാണ് അന്ന് അജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആ ഫ്രണ്ട്? അയാളുടെ സംസാരത്തിൽ തന്നെ അതിനെപ്പറ്റി ഒരു ദുർസൂചന പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് നിരഞ്ജന അജയോട് ചോദിക്കും. ഇവൻ നിന്ന് വേർക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് വണ്ടിയിൽ കയറിയെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് നിരഞ്ജന ചോദിച്ചപ്പം പലരും സ്വന്തം വണ്ടി തിരിച്ചറിയാതിരിക്കാൻ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ടാക്സി പിടിച്ച് പോകുന്നതൊക്കെ എനിക്ക് അറിയാവുന്ന നിരഞ്ജന പറഞ്ഞപ്പം സ്വന്തം നിലമറന്ന നീ സംസാരിക്കുന്നത് ഇത്രയ്ക്ക് ചീപ്പാകരുതെന്ന് അജയ് പറയാം. അവൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന്. അവനെന്നെ തെറ്റിദ്ധരിച്ചതാണെന്നും പറഞ്ഞ് ആരോ മദ്യപിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വണ്ടി എങ്ങാനും വിളിച്ചിട്ടുണ്ടാകും. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ തല്ലാൻ തോന്നി എന്നവൻ പറഞ്ഞല്ലോ. ഒരു പെണ്ണിനെയാണോ ഡ്രൈവർക്ക് തല്ലാൻ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നേരം നമ്മുടെ അജയ് ചോദിക്കുവാണ്. നിരഞ്ജന മൊത്തത്തിൽ കൺഫ്യൂഷനായി. അതും ശരിയാണല്ലോ എന്നുള്ളൊരിതിൽ നിരഞ്ജന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഏറ്റവും അജയ്ക്ക് മനസ്സിലായി. അജയ് എന്നിട്ട് ഇവളെ ഇങ്ങനെ നോക്കുക. ഞാൻ ഒരു വൃത്തികെട്ടവൻ തന്നെയായിരുന്നു, ശരിയാ. അവിടെ ഞാൻ നെർവസായി നിന്നത് വേറൊന്നും കൊണ്ടല്ല, അഭിയെ കണ്ടിട്ടാണെന്ന് അജയ് പറയാം. നിനക്കെന്താ വന്ന് എന്നിന്മേൽ വിശ്വാസമില്ലാതായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിരഞ്ജൻ ഇവനിങ്ങനെ നോക്കുക. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ ആളുമാറി എന്തൊക്കെയോ പറഞ്ഞു വിചാരിച്ച് എൻ്റെ വിശ്വാസതയെ ചോദ്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദ്യം ചെയ്യാനും മാത്രം ഞാൻ ആധംപതിച്ചിട്ടൊന്നുമില്ല അജയ് എന്ന് നമ്മുടെ നിരഞ്ജൻ എന്നേരം അജയോട് പറഞ്ഞു. പിന്നെ അജയ് അയാളുടെ അടുത്ത് നിന്ന് ചൂളി എന്നുള്ളത് 100% സത്യമാണ്. പക്ഷേ അത് കൂടെ ഉണ്ടായിരുന്നൊരു പെണ്ണുള്ളത് കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് നിരഞ്ജന പറഞ്ഞു. അപ്പം തന്നെ ഒന്ന് സമാധാനമായി. പക്ഷേ അജയുടെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അജയ്. അപ്പം ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് നിരഞ്ജന പറയേണ്ടത് എന്ന് അജയ് നേരം നിരഞ്ജനയോട് ചോദിക്കാം. നിരഞ്ജനയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. തുള്ളിച്ചാടി നിരഞ്ജന അവിടുന്ന് പോയപ്പോഴേക്കും ദീർഘശ്വാസം വിട്ട് അവനവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന തമ്പിയാണ്. തമ്പിയെ രാഘവൻ ഫോണിൽ വിളിക്കുക. അപ്പോൾ സാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടണം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് ഇയാൾ തമ്പിയോട്. ആ വീട്ടിൽ അവളെ ഒരു ബന്ധിയാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നീ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കടാ, നീ നിൻ്റെ മോളെയല്ലേ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് എന്നേ ചെയ്തേനെ എൻ്റെ സാറേ. ആ കുഞ്ഞിനെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ രാഘവൻ. അവളെങ്ങാനും പോലീസിനോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അകത്ത് പോകില്ലേ എന്ന് ചോദിച്ചു.
എന്നാൽ പിന്നെ ഞാൻ എന്താ വേണ്ടെന്ന് നീ എന്നോട് പറ. അളകാപുരി കയറി നിന്റെ മോളെ ഇറക്കിക്കൊണ്ട് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇയാൾ പറഞ്ഞു. സാറിൻ്റെ മോളും അളകാപുരിയിലുണ്ടല്ലോ, ആ കൊച്ചു മനസ്സ് വെച്ച് എന്നെ ഒന്ന് സഹായിക്കാനാവും സാറെന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം. എങ്ങനെയെങ്കിലും ആരും അറിയാതെ എൻ്റെ മോളെ ഒന്ന് പുറത്ത് കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു സാറേന്ന് പറഞ്ഞു. സാർ എത്രയൊക്കെ കാശൊക്കെ തന്നെന്ന് പറഞ്ഞാലും ചാങ്കുറപ്പുള്ള ഒരാളാവണ്ടേ സാറേന്ന് ചോദിച്ചു. അപ്പോൾ ദേ കണക്കൊന്നും നീ എന്നോട് പറയാൻ നിൽക്കരുത് കേട്ടോ രാഘവ, നിന്റെ മോളെ ഇറക്കാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞിട്ട് ഈ തമ്പി അത് ഏറ്റു ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ ജാനകി അടുക്കളയിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൾ അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. അപർണ വന്ന് ജാനകി ഇങ്ങനെ കുറേ നേരം തുറച്ചിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ ഭാര്യയും ഭർത്താവും കൂടി ചെന്ന് പറ്റിച്ചിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഒരു ഉളുപ്പുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ജാനകി നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നതെന്നൊക്കെ ചോദിച്ചു. ജാനകി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നട്ടലില്ലാത്ത 2 ആൺമക്കളുണ്ട് ഈ വീട്ടിൽ. മറ്റേതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ കാണായിരുന്നു. അച്ഛനെ പിടിച്ചു നിർത്തി ആധാരം മടക്കി എഴുതിച്ചിട്ട് വല്ല ഓർഫണേജിലും കൊണ്ടുപോയി വിട്ടേനെ എന്നൊക്കെ പറയുമ്പോൾ അപർണ എന്നോട് ഏറ്റുമുട്ടാനാണ് വന്നതെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല അപർണയെന്ന് പറഞ്ഞു ജാനകി. നേടേണ്ടതൊക്കെ നീ നേടിയെടുത്തില്ലേ, ഇനി എന്തിനു നീ നേർക്കുനേർ വരണം? ഭാര്യയും ഭർത്താവും നേർക്ക് നേരെ നിന്ന് ശീലിച്ചിട്ടില്ല. അച്ഛനെ മണിയടിച്ചല്ലേ ഒരർഹതയില്ലാത്ത നീ കോടീശ്വരി ആയിരിക്കുന്നത് എന്നും ചോദിച്ച് അപർണ ഇങ്ങനെ ജാനകിയെ പിരി ഇളക്കി വിടാനായിട്ട് നോക്കുക കേട്ടോ. പക്ഷെ ലോട്ടറി അടിച്ച് ടിക്കറ്റ് കൈമാസം വന്നൊരവസ്ഥയാണ് നിനക്കിപ്പോൾ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാം. ഞങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങൾക്കത് അനുഭവിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അതിന് ഞാൻ അനുവദിക്കില്ലടി എന്നൊക്കെ അപർണ ഇങ്ങനെ ജാനകിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കേട്ട് ജാനകി ഇങ്ങനെ നിൽക്കുക. നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആധാരം പിൻവലിച്ച നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ ഞങ്ങളൊരു തുക തരും. അത് കേട്ടപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച് വാങ്ങാൻ ഞങ്ങളെന്താ കുടികിടപ്പുകാരാണോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ഈ കുടുംബത്തിലെ കുടികിടപ്പുകാരല്ലാതെ പിന്നെ ആരാ എന്ന് ജാനകിയോട് അപർണ ചോദിക്കുമ്പോൾ എന്നാ നീ കേട്ടോ, നീ ഒന്ന് കുടിയാക്കി കാണിച്ചേടി, വേണ്ടെന്ന് കരുതുമ്പോൾ തലയിൽ കയറി വന്നിരുന്ന് ചെകഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ജാനകി പറഞ്ഞ് ജാനകിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നിടത്ത് അപർണയെന്ന് പറഞ്ഞ പൂതന മൂക്കും കുത്തി വീഴുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നന്ദി.